പുലിപ്പല്ല് കേസിൽ റാപ്പർ വേടനെതിരെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുന്നില്ല എന്ന് പെരുമ്പാവൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. റാപ്പർ വേടന്റെ മാലയിലെ പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് തെളിയിക്കേണ്ടത്. വേടൻ പുലിയെ വേട്ടയാടിയെന്ന് വനം വകുപ്പിന് പരാതിയില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്? മറ്റു വിവരങ്ങളും കൂടി. ദീർഘ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി റാപ്പർ വേടന് ജാമ്യം നൽകിയത്. ഈ പുലിപ്പല്ല് അത് യഥാർത്ഥമാണോ എന്ന് സ്ഥിരീകരിക്കാൻ അത് സാധിച്ചിട്ടില്ല. അത് ശാസ്ത്രീയ പരിശോധനയിലാണ് പുലിപ്പല്ല് യഥാർത്ഥമാണോ എന്ന് കണ്ടെത്തേണ്ടത്. അതുമാത്രമല്ല, ഈ റാപ്പർ വേടൻ പുലിയെ വേട്ടയാടി എന്നുള്ള അതിന് തക്ക രീതിയിലുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല. അത് ഈ ഇത്തരത്തിൽ പുലിപ്പല്ല് ധരിച്ചത് അല്ലെങ്കിൽ അത് കൈവശം വെച്ചത് അത് മനഃപൂർവ്വമെന്നോ അല്ലെങ്കിൽ ദുരുദ്ദേശപരമെന്നോ വ്യാഖ്യാനിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ് കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യമില്ല എന്ന് മനസ്സിലാകുമെന്നും കൂടി ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രഥമ ദൃഷ്ട്യാ നിലവിലെ തെളിവുകൾ അനുസരിച്ച് കുറ്റകൃത്യം തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ, അതായത് വനംവകുപ്പിന് സാധിച്ചിട്ടില്ല. ഈ പറയുന്ന റാപ്പർ വേടനെതിരെ നേരത്തെ മുൻപ് സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടുമില്ല, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയല്ല റാപ്പർ വേടനെന്നും ഈ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വനംവകുപ്പ് ഹാജരാക്കി അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെച്ച വാദഗതികൾ അത് റാപ്പർ വേടന്റെ കുറ്റകൃത്യം തെളിയിക്കാൻ ഉതകുന്നതല്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് വേടന് കോടതി ജാമ്യം അനുവദിച്ചത്. കർശന ഉപാധികളോടുകൂടി ഇന്നലെയാണ് ജാമ്യം അനുവദിച്ചത്. അതിന്റെ ഉത്തരവ് ഇന്നാണ് അതിന്റെ പകർപ്പ് പുറത്തു വന്നത്. എന്തായാലും പാസ്പോർട്ട് അടക്കം കെട്ടിവെച്ചുകൊണ്ടും അന്വേഷണവുമായിട്ട് സഹകരിക്കണം, സംസ്ഥാനം വിട്ട് പുറത്തു പോകരുത് തുടങ്ങിയ ഉപാധികളുടെ അടിസ്ഥാനത്തിലാണ് ഈ വനംവകുപ്പ് എടുത്ത കേസിൽ പുലിപ്പല്ല് മാലയിലെ ലോക്കറ്റിൽ കണ്ടെത്തിയ കേസിൽ നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചത്. എന്തായാലും വനംവകുപ്പിന് അല്ലെങ്കിൽ പ്രോസിക്യൂഷന് പ്രഥമ ദൃഷ്ട്യാ റാപ്പർ വേടനെതിരെ തെളിവുകൾ സമർപ്പിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ കുറ്റം തെളിയിക്കാനാകില്ല എന്ന് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി റാപ്പർ വേടന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്.